Hello guys, welcome back to our YouTube channel. Guys, ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഇതുവരെ വരാത്ത ആൾക്കാർക്കാണെങ്കിൽ എൻ്റെ പൊന്നെ എന്തായാലും മസ്റ്റ് ട്രൈ ഒരു പ്ലേസ് ആണ് കേട്ടോ വിസിറ്റ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ വാദി ദർബത്താണ്, അങ്ങോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതും സെയിം ലൈക്ക് ഒരു മല പോലെ തന്നെയാണ്, ചെറുങ്ങനെ ഒരു ചുരം പോലെ അങ്ങനെ കയറിയിട്ട് ഫുൾ ഗ്രീനറി ആണ് ഗൈസ്, ഫുൾ ഗ്രീനറി നിങ്ങൾ കാണുന്നുണ്ടോ? ഫുൾ ഗ്രീനറി. ഞാൻ ഇപ്പോൾ 0.5 ഇട്ടാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല വ്യൂ കറക്റ്റ് കിട്ടും അല്ലേ? അടിപൊളി ഗൈസ്, സൂപ്പർ. നല്ല തണുത്ത ക്ലൈമറ്റ്, നല്ല ഇങ്ങനെ കയറുന്നതിനനുസരിച്ച് തണുപ്പ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക കേട്ടോ. അടിപൊളി. ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ സൈഡാക്കിയിട്ട് ഇങ്ങനെ ഒരു പിക്നിക് പോലൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അടിപൊളി, സൂപ്പർ സൂപ്പർ സൂപ്പർ. അതല്ലേ, ഇക്ക ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഇക്ക നോക്കൂ നോക്കൂ ഗൈസ്, അടിപൊളി കേട്ടോ, രക്ഷയില്ല. കുറെ ഫാമിലീസ് അവിടെ ഇരിക്കുന്നുണ്ട് പിക്നിക്ക്. ആനയാണോ അത്? പഠിച്ചോനെ, ഇതെന്താ കൗ? കൗ, കുറെ കൗണ്ട് ഗൈസ്. ശരിക്കും നാട്ടുംപുറം പോലെ തന്നെ, നമ്മൾ നാട്ടിലെങ്ങനെയാണ് അതേപോലെ തന്നെ. നോക്ക് ഗൈസ്, ഫുൾ പശുക്കള്. അടിപൊളി. ഒരു ഏരിയയെ നല്ല ഭംഗിയുണ്ട്. ഇനി മുകളിലോട്ട് കയറുന്നതിനനുസരിച്ചിട്ട് നല്ല അടിപൊളി വ്യൂ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഗൈസ്. അടിപൊളി വ്യൂ ഗൈസ്, സൂപ്പർ. കൂടുതലും ഇവിടെ പിക്നിക്കിന് വന്നിരിക്കുന്ന ആൾക്കാരാണ്, പിക്നിക്കിന് വന്നിരിക്കുന്ന ആൾക്കാരാട്ടോ. ഫുൾ മഞ്ഞൊക്കെ ആയിട്ട് ഉള്ളത്. ആക്ച്വലി നമ്മളിതിപ്പോൾ സലാല ഡേ 2 വ്ളോഗാണ് കേട്ടോ ഇത്. ഒമാൻ സലാല ഡേ 2 വ്ളോഗ്. നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്യാന്നെ ഗൈസ് അല്ലേ? ആക്ച്വലി ദുബായിൽ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് കുറേ കിലോമീറ്റേഴ്സ് താണ്ടിയാണ് എത്തിയിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ഇതിനെപ്പറ്റി പറഞ്ഞു, പക്ഷെ എനിക്ക് തോന്നുന്നു മോളെ കയ്യിലായിരുന്നു മൈക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞതൊന്നും കേട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ആക്ച്വലി ഞാൻ ആ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ബൈ റോഡ് ട്രാവൽ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ്, കാര്യങ്ങൾ, ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ വരാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടോ? കാരണം ഇപ്പോൾ ഖരീഫ് സീസണാണ്, ഇപ്പോൾ ഇതിൻ്റെ ടൈമാണ്. അപ്പോൾ ഇപ്പോൾ വന്ന് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അത് ഭയങ്കര നഷ്ടമായിരിക്കും. കാരണം അതിങ്ങനെ ഒരു വർഷത്തിൽ ഇങ്ങനെ ഒരു 2-3 മന്ത്സ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ മാക്സിമം വന്ന് കാണാൻ ശ്രമിക്കുക. ചെറുങ്ങനെ മഴ ചാറുന്നുണ്ട് ഗൈസ്, ചാറ്റൽ മഴ. അപ്പോൾ മാക്സിമം വന്ന് കാണാൻ ശ്രമിക്കുക, ഫാമിലി ആയിട്ട് തന്നെ വന്നിട്ട്. അപ്പോൾ അത് വേറെ തന്നെ ഒരു വൈബാണ്. അപ്പോൾ ട്രാവലിനെ പറ്റിയോ ട്രാവൽ എക്സ്പെൻസോ എന്തെങ്കിലും പറ്റി നിങ്ങൾക്ക് അറിയണം എന്നുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ചെയ്താൽ മതി. നമ്മളുടെ ഇതിൽ വീഡിയോയിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യമൊക്കെ ഞാൻ അതിൽ പറയാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ ഗൈസ്. ബേബി ഏത് മൂഡ്? ഏത് മൂടാ പറയ്? പൊളി മൂടാണോ? പൊളി മൂടാണോ? വൈബാണോ? ഏ പറഞ്ഞേ സക്ക. അങ്ങനെ ഗൈസ്, നമ്മൾ വാദി ദർബാദ് ഏരിയ തന്നെയാണ് സിംഗ് ഹാൾ വരുന്നത് കേട്ടോ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ ക്ലിപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിംഗ് ഹാൾ ഏരിയയിൽ അത് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് റൈറ്റ് എടുത്തിട്ടാണ് വരേണ്ടത്. അപ്പോൾ സ്ട്രെയിറ്റ് റോഡ് ഇങ്ങനെ വരും, ഇവിടെ പാർക്ക് ചെയ്യാം. ഇവിടെ പിന്നെ ചെറിയ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇളനിയും ഫ്രൂട്ട്സും കട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഇളനീ കുടിക്കുകയൊക്കെ ചെയ്യാം. സലാല മെയിൻ ഇളനിയൊക്കെ ആണല്ലോ. ഇതുണ്ടോ ഗൈസ്, ഫുൾ കട്ട് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ, പോപ്കോൺസ് ഒക്കെ. നമ്മളിതിപ്പോൾ നേരെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഇറക്കാണ് കേട്ടോ താഴോട്ടേക്ക്. ഇതിലിങ്ങനെ നടന്നിട്ടാണ് പോലും. ഇതിൻ്റെ താഴെയാണ് സിംഗ് ഹാൾ എന്നാണ് അവിടെ നിന്ന് അവർ പറഞ്ഞത്. നമ്മൾ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യലും എല്ലാവരും കാണലൊക്കെ അല്ലേ, സ്വാഭാവികം. ഒരു കുഴി പോലെയൊക്കെ അവിടെ കാണുന്നുണ്ട് ഫ്രണ്ടിൽ. നീ കാണിച്ചു തരാം. 2X ഇട്ടിട്ട് അവിടെ കണ്ട ഒരു ചെറിയൊരു ഗുഹ പോലെ. അപ്പോൾ ഏതായാലും ഇതിലിങ്ങനെ താഴേക്ക് കുറച്ച്
നടന്ന് ഇറങ്ങണം തോന്നുന്നു. അവിടെ ചോദിച്ചപ്പോൾ ഇവിടെ കുറച്ചേ നടക്കാനുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ ഇൻ്റർലോക്കൊക്കെ ഇട്ടിട്ടുള്ളൊരു സ്പേസ് ആട്ടോ നടക്കാൻ. അപ്പോൾ ഇങ്ങനെ നടക്കുക. ആ ബേബി അതാ നടന്നു പോകുന്നുണ്ട്. ആ ബേബി ഏത് അത് കിട്ടൂലല്ലോ. അത് കിട്ടുമോ? ആരുടെ പട്ടം കൂടിയും കിടക്കണ പുതിയ അറ്റംപ്റ്റ്. കിട്ടൂല തന്നെ. കിട്ടുമോ അറിയില്ല, നോക്കാം. എടുക്കാൻ ട്രൈ ചെയ്യാന്ന് പറഞ്ഞ ആള് അവിടെ റെസ്റ്റ് എടുക്കുന്നു. ഇത് മുൾച്ചെടിയിലാണ് ഗൈസ് ഉള്ളത്. ഇതെങ്ങനെ ഇത് കിട്ടുമൊന്നുമില്ല. ഓളോ ഓരോ ഭ്രാന്ത് പറയൂ, അതിന് മുന്നിൽ ഇറങ്ങി പുറപ്പെട്ടിട്ട് ആടാണെങ്കിൽ കുത്തിരിക്കും. എന്ത് പറയാനതിനൊക്കെ. കുറേ ആൾ ഫാമിലി ഇങ്ങനെ നടന്ന് വരുന്നുണ്ട് കേട്ടോ അവിടുന്ന്. അപ്പോൾ അതിലാണ് നമുക്ക് പോകേണ്ടത്. സീനറി ഭയങ്കര അപാര, ഭയങ്കര അടിപൊളി. നമ്മൾ മറ്റേ ഇത് വാദി ദർബാത്ത് ആ ഒരു ഏരിയയിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കുറേ അങ്ങോട്ടേക്ക് പോയി, അവിടെയൊക്കെ ഫുൾ മലയും നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ അതൊക്കെ കണ്ടിട്ടാണ് പിന്നെ നമ്മൾ തിരിച്ചിങ്ങോട്ട് വന്നത്. അവിടെ പ്രത്യേകിച്ച് കാണാൻ പോകാനോ ഒന്നുമില്ല. പക്ഷേ നമ്മളൊരു ട്രാവൽ ഒരു ബേസ് ഇതാവുമ്പോൾ ഒരു അടിപൊളിയാണല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ചോടി അങ്ങനെ പിന്നെ തിരിച്ചതിലെങ്ങനെ വന്ന് എപ്പോഴും അവിടെ തന്നെ എന്തെങ്കിലും ആവോ നോക്കാം. സാഹസികമായ ഒരു കോല് കൊണ്ട് വന്നിട്ടുണ്ട് ഇക്ക. എന്താവോ എന്തോ. ആ ആ ആ ആ ആ എന്തേലും ആവുമോ? ഇന്ന് നടക്കുവോ? അത് കിട്ടും തോന്നണില്ലേക്കാ. രക്ഷപ്പെടുത്തോന്ന് പറഞ്ഞിട്ട് അതവിടെ നിന്ന് അനങ്ങുന്നില്ല. മുള്ളിൽ കുടുങ്ങിയിട്ടാ നിക്കണെന്ന് തോന്നുന്നു. ആ കയറിങ്ങനെ ചൊറക്കി ഇങ്ങനെ ചുറ്റിക്കി. നമ്മള് തളർത്തിയാലും എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെങ്കിലും കൊടുക്കും. അതിന് നൂലൊന്നുമില്ലേ കേട്ടോ? അങ്ങനെ ആ അറ്റംപ്റ്റും ഓക്കെ. നമ്മളിങ്ങനെ ആ സ്റ്റെപ്പ് കുറച്ചിങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാട്ടോ കാണാനുള്ള ഒരു ഗുഹ പോലെ താഴേക്ക് .2 കാണിച്ചാൽ കണ്ടോ ഗൈസ്. ഭയങ്കര താഴ്ചയായിട്ട് ഉള്ളത്. അങ്ങനെയാണ് ഗൈസ് വരുന്നത്. ഒരു വട്ടക്കാര് പട്ടംകാര്. എന്താ കുഞ്ഞനെ അവിടെ? എന്താ അവിടെ? എന്താണ് അവിടെ? എന്താ വലിയൊരു കോഴി ഗൈസ്. പക്ഷെ ഫുള്ളൊരു ഗ്രീനറിയിൽ രസമുണ്ട് കാണാൻ ഈ ഒരു ഫ്രെയിമിൽ കേട്ടോ. നന്നായിട്ടുണ്ട്. അങ്ങനെ ഏതായാലും ഗൈസ് ഞങ്ങൾ അവിടെ നിന്ന് ഭയങ്കര ഒരു താഴ്ചയുള്ളൊരു ഗുഹ ആണ് കേട്ടോ അത്. പിന്നെ ഗുഹയാണോ ഫുൾ പാറയായിട്ടൊരു സംഭവം. ചിലപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. ഓരോന്നിനും ഓരോ ഇതുണ്ടല്ലോ, ഓരോ സ്ഥലത്തിന് അതിൻ്റേതായ. അപ്പോൾ ഏതായാലും അവിടെ നിന്ന് നമുക്ക് കണ്ട് ഞങ്ങളിനിപ്പോൾ തിരിച്ച് പോവാണ്. ഇനി ഇവിടെ തന്നെ അടുത്ത് വേറെ ഏരിയ ഉണ്ടെന്നാണ് തോന്നുന്നത്. അവിടെ നോക്കിയിട്ട് ഞാനത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാം കേട്ടോ. ഇതിപ്പോൾ ഏതായാലും സിംഗ് ഹോൾ ആണ് വരുന്നത്. ഇതിനങ്ങനെയാണ് പറയുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ കുഞ്ഞനെ ഇവക്ക് ഏതായാലും ഒരു പട്ടം കിട്ടി വന്നേല്. ബേബി പറയ്, എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയ്. വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ പറ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയ്.
ആ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. അതെ, വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ലൈക്ക് ഷെയർ കമൻറ്റ്. ഓക്കെ, വാ. ഈ ചെറിയൊരു ഗേറ്റ് എനിക്ക് കയറാനാകുന്നില്ല. ആ ചേച്ചേ, അതുകൊണ്ട് കാര്യമില്ല. ചെറുങ്ങനെ മഴ ഇങ്ങനെ ചാറുന്നുണ്ട്, ചെറുങ്ങനെ കേട്ടോ. കൊയങ്ങിയാ? കൊയങ്ങാൻ പാടില്ല. ഇവിടെ പിന്നെ സലാലയിൽ മെയിൻ എക്സ്പ്ലോർ ചെയ്യാനുള്ളത് ഇതേപോലെ നമുക്കിപ്പോൾ ഞങ്ങളിപ്പോൾ ദുബായിൽ നിന്നാണ് വരുന്നതല്ലോ. അപ്പോൾ ദുബായിലിപ്പോൾ ഇതേപോലെ പച്ചപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ മാക്സിമം എന്താ പറയുക, അടിപൊളിയാക്കുക. നമ്മൾ നിൽക്കുന്ന ഡേയ്സ് അത്രയും 1 വീക്ക് ആണെങ്കിൽ അങ്ങനെ, 10 days ആണെങ്കിൽ അങ്ങനെ. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചാൽ മതി, കമൻറ്റ് ഡൗൺ ചെയ്താൽ മതി കേട്ടോ. ഞാൻ വീഡിയോ ചെയ്യാം. ബാ വീഡിയോ ഞാൻ ചെയ്യാം. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ മതി. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ ഒരു വീഡിയോ ആക്കിയിട്ട് തന്നെ ഞാൻ ചെയ്യാം. അപ്പം ഇനി അടുത്ത കേന്ദ്രം നോക്കട്ടെ, എന്നിട്ട് ഞാൻ വീണ്ടും വരാം. ക്യാമൽ ഗൈസ്, ക്യാമൽ. നമ്മളങ്ങനെ ഗ്രാവിറ്റി ഹിൽസ് സലാലയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ വണ്ടി ന്യൂട്രലിൽ ഇട്ടാൽ മതി, വണ്ടി ഓട്ടോമാറ്റിക് പോയിക്കോളും. അതൊരു ഗ്രാവിറ്റി, ഒരു ഇല്യൂഷൻ പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഇവിടേക്ക് ഒരുപാട് ആൾക്കാർ വരുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് വരുന്നത് കടലാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതൊക്കെ കാണിച്ചു തരാം. ഇതിപ്പം വണ്ടി ന്യൂട്രലാണ് ഇട്ടിട്ടുള്ളത്, കണ്ടോ? ന്യൂട്രലാണ് ഇട്ടിട്ടുള്ളത്. അവിടെ ചവിട്ടുന്നൊന്നുമില്ല, നോർമൽ ഇതിലിങ്ങനെ വണ്ടി പോകുന്നുണ്ട് കേട്ടോ. ഒരു നല്ലൊരു സംഭവം, ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സംഭവമാണ് നമുക്ക്. അത് നല്ല അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും വരണം ഗൈസ്, ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യണം അല്ലേ കുഞ്ഞനെ? അപ്പോൾ അടിപൊളിയായിരിക്കും അല്ലേ? എല്ലാവരും വരാം ഗൈസ്, മസ്റ്റ് വിസിറ്റ് ചെയ്യാം. അടിപൊളിയാണ് സലാല. സലാല വേറെ തന്നെ ഒരു വൈബാണ്. ഇവിടെ കണ്ടോ ഗൈസ്, ഒരു ക്യാമിൽ നിൽക്കുന്ന നോക്കി, 2, 4 കണ്ടോ ഗൈസ്? ക്യാമൽ വരെ അപ്പുറത്തെ വ്യൂ നോക്കി നിൽക്കുക. ഇതിൽ കൂടുതൽ എന്ത് പറയണം? ക്യാമലുണ്ട് ഗൈസ്, ഇവിടെ കുറേ ക്യാമലുണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങനെ ഇവിടെ എത്തി. ഒരു വ്യൂ കാണിച്ചു തരട്ടെ, ബീച്ച് വ്യൂ, അടിപൊളി ബീച്ച് വ്യൂ. എൻ്റെ ബാക്കിൽ കണ്ടോ ഗൈസ്, അടിപൊളി ബീച്ച് വ്യൂ, അടിപൊളി 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 സൂപ്പർ ബീച്ച് വ്യൂ ഗൈസ്. പോലെ പോലെ ക്യാമലതാ അടക്കണ, ക്യാമലതാ പേടിയാവുന്നുണ്ടോ? ഇവിടെ താഴെ ഇറങ്ങാൻ പറ്റില്ല, അതൊരു കൊക്ക പോലെ കേട്ടോ താഴോട്ടേക്ക്. പക്ഷെ നമുക്ക് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കാണാം, നല്ല അടിപൊളി, നല്ല രസമുണ്ട്. ഇവിടെ കുറേ ഫാമിലീസ് ഉണ്ട് കേട്ടോ, ഫോട്ടോ എടുക്കാനായിട്ടും ജസ്റ്റ് റിലാക്സിങ് ആയിട്ട് വന്ന് കുറേ ആൾക്കാരുണ്ട്. ക്യാമലെടുത്ത് വേണ്ട. നേരത്തെ ഒരു ക്യാമൽ വണ്ടിൻ്റെ അടുത്തേക്ക് വന്നു കേസ്, ഞാൻ വണ്ടിയിലിരിക്കുകയായിരുന്നു. ഞാൻ ഇറങ്ങാൻ നോക്കുമ്പോഴത്തേക്ക് വന്ന് അടുത്തേക്ക് വന്നു, ഒന്ന് പതറി, ലൈറ്റായിട്ടൊന്ന് പതറി കേസ്. ഇവിടെ പോയി, അങ്ങോട്ട് പോയി, അതാ അവിടെ കണ്ടോ ഗൈസ്, ഉണക്ക് ഗൈസ്. ഒട്ടകവും പിക്നിക് വൈബ് ആസ്വദിക്കാൻ വേണ്ടി വന്നാന്ന് തോന്നുന്നു. ഫുഡ് കഴിക്കാൻ വന്ന ഇതിലെങ്ങനെ നടന്ന് നമുക്ക് ഇവിടെ നിൽക്കാട്ടോ. സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം അല്ലേ? നമ്മൾ ശ്രദ്ധിക്കണം ഗൈസ്. ഇവിടെയൊക്കെ ഫുൾ കല്ലും കാര്യങ്ങളുമാണ്. മെല്ലെ മെല്ലെ തിരക്ക് പിടിക്കണ്ട, മെല്ലെ മെല്ലെ അങ്ങനെ യാത്ര ചെയ്താൽ മതി. മോളെ മടിയിരുത്തിക്കോളി. മടിയിലിരുന്നാ നോക്ക് ഗൈസ്, ഇവിടെ കണ്ടോ പാറ പോലെ കണ്ടോ ഗൈസ്? ഓ ഏതാ വൈബ്,
അടിപൊളി സൂപ്പർ ഗായ്സ് സൂപ്പർ 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 അടിപൊളി അടിപൊളി. നിങ്ങളെല്ലാവരും മസ്റ്റ് വിസിറ്റ് ആൻഡ് എക്സ്പ്ലോർ സലാല ഗൈസ്. സൂപ്പർ സൂപ്പർ സൂപ്പർ. അതൊക്കെ ആ വണ്ടിയുടെ അടുത്തേക്ക് പോയി കണ്ടോ, തിരിച്ചു പോന്നു. അതിൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് പോയി. ആ വണ്ടിയിലുള്ള ആള് ഒന്ന് ജസ്റ്റ് തലയൊക്കെ തൊട്ട് അപ്പോൾ അത് തിരിച്ച് ഞങ്ങൾ കുറച്ച് കാറ്റൊക്കെ കൊണ്ടുവന്ന് ആസ്വദിക്കട്ടെ ഗൈസ്. സൂപ്പർ. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. ഗൈസ് ഞങ്ങളങ്ങനെ വാദി ദർബത്ത് അവിടെ എത്തിയിട്ടോ. വാദി ദർബത്ത് നേരത്തെ പോയത് വാദി ദർബത്ത് അതിൻ്റെ വേറൊരു ഏരിയയിലായിരുന്നു. ഇപ്പം നമ്മൾ എക്സാക്റ്റ് വാദി ദർബത്ത് അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ബോട്ട് സർവീസ് ഉള്ളിടത്താണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് കേട്ടോ. ബോട്ട് സർവീസ് ഉള്ളിടത്താണ്. ഇവിടെ ഒരുപാട് ഫാമിലീസ് ഉണ്ട്, ഇഷ്ടം പോലെ ഫാമിലീസ്, കുറേ ഷോപ്സ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. ചില ആൾക്കാർ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റുള്ളല്ലോ. ഭയങ്കര ഗ്രീനറി ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. ഇതിനെ നമ്മളിപ്പോൾ ഇവിടെ എത്തി, ബോട്ടിലെ സ്ഥലത്തെത്തി അല്ലേ? ബോട്ടിലെ സ്ഥലത്തെത്തി പറയും. ബോട്ടിലെ സ്ഥലത്തെത്തി എനിക്കപ്പം കോട വേണം, പപ്പ വരും, വീട്ടിൽ കോട വേണം. അപ്പം എനിക്കപ്പം മായ വരുമ്പോഴേക്ക് കോട വേണം കേട്ടോ. അതേപോലെ ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ കാണിച്ചു കേട്ടോ. ഇതിപ്പോൾ നമ്മളിങ്ങോട്ട് കയറി ഇവിടെ കുറേ ടോയ്സും കാര്യം സ്റ്റോറ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് സാധനങ്ങളൊക്കെ ഉള്ള ഫുൾ ഗ്രീനറി സീൻസ്. പപ്പ വരട്ടെ. അങ്ങോട്ട് നടക്ക്. ബോട്ട് കാണിച്ചു കൊടുക്കാം. ബോട്ടിനെ അങ്ങോട്ടേക്ക് നടക്കും. ബോട്ട് അവിടെ അതാണ് ഗായ്സ് നമ്മുടെ കാര്യങ്ങൾ ഒക്കെ കാണുന്ന. അതാണ് അവിടെയൊക്കെ ബോട്ട് ഉണ്ടാവും. ശരിക്കും കുട്ടികൾ വീട് പോവും. കണ്ടോ? ഇതാണ് ബീച്ച് കേട്ടോ. ഇതിൻ്റെ സുഖമുള്ള വീഡിയോയ്ക്കുള്ള നമുക്കാണ് അറിയാൻ മോഹത്തില്ല. മൈക്കൊണ്ട ഗൈസ് എന്നൊക്കെ കണ്ട ഗൈസ്. ബോട്ട് സർവീസും കാര്യമൊക്കെ ഉണ്ട്. നല്ല അതേപോലെ സിബ് ലൈനും ഉണ്ട് കണ്ടോ. സിബ് ലൈന് ഉണ്ട്. അടിപൊളി ഏരിയ കേട്ടോ. അടിപൊളി, നല്ല ഇഷ്ടമായി. അടിപൊളി ഫുള്ള് ബോട്ടും കാര്യം സിബ് ലൈനൊക്കെ ആയിട്ട് നല്ല അടിപൊളി. ഇവിടെ മൊത്തത്തിൽ നല്ല ഒരു അടിപൊളി ഇതില്ലേ. അടിപൊളി നല്ല അല്ലേ? അടിപൊളി അല്ലേ? അടിപൊളി ഗൈസ്, നല്ല രസമുണ്ട്. ഓള് അവിടെ കുട കണ്ടിട്ട് കുട പറയുന്നുണ്ട്. കുടയാണല്ലേ അവിടെ കുട കണ്ടിട്ട്. ബോട്ട് കയറണ്ട നമുക്ക്. അടിപൊളി ഗൈസ്, നല്ല രസം. ചവിട്ടുന്നുണ്ടാവും, ചവിട്ടുന്നായിരിക്കും. ഗൈസ് ഞങ്ങളങ്ങനെ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ് വരുന്നത് കേട്ടോ. അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അങ്ങനെ വലുതിലാണ് കയറുന്നത്. ടിക്കറ്റ് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വരുന്നത് അവിടെ ലാസ്റ്റാണ്. ലാസ്റ്റ് അവിടെയാണെന്നാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് അവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയേക്കാം. ഫാമിലി അവൈലബിൾ അവിടെ. ഇവിടെ വേറെ ഫാമിലി കയറുന്നുണ്ട് കേട്ടോ. അതിലല്ല, അത് അവർ പറയും.
ആനയും പോണുണ്ടോ ഗൈസ്? അടിപൊളി ഗൈസ്. നമ്മൾ ഈ സലാലങ്ങനെ ട്രിപ്പ് ഇറങ്ങുമ്പോൾ ഒരു കാര്യം അറിയാണ്ട് നമ്മൾ അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. നമ്മൾ ടൈം കാര്യങ്ങളൊക്കെ ഞാൻ വേറെ വീഡിയോ പറഞ്ഞുതരാം. ഞങ്ങൾ ബോട്ടിൽ കയറി. ബോട്ടിൽ കയറി ഗൈസ്. ഞങ്ങളങ്ങനെ ബോട്ടിൽ കയറി ഗൈസ്. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. അവിടെ നമ്പർ ഉണ്ട്, നമ്പർ വൈസ് ആണ് കയറ്റുക. ഞങ്ങളുടെ നമ്പർ 13 ആയിരുന്നു. അത് ഞങ്ങൾ ശേഷം ഒരു 14-15 കയറിയതിന് ശേഷമാണ് ഞങ്ങൾ 13 നമ്പർ കയറുന്നത്. അല്ലേ? വൈബ് പിടിക്കുന്നു. വൈബേഷ് പരി ബോട്ട് കയറി അവിടെ പോവാ. ബോട്ട് കയറിയിട്ട് നമ്മുടെ ഷെഡില് അവിടെ എല്ലാം പോവാ. നല്ല രസമുണ്ട് കേട്ടോ. നല്ല മല. ചില ആൾക്കാർ തുഴഞ്ഞു പോകുന്നുണ്ട്. ഹൈ 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 തുഴഞ്ഞ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഈ കുട്ടികൾ പോകുന്നുണ്ട് കേട്ടോ. മക്കള് ചിലതിൽ മക്കൾ തുഴഞ്ഞിട്ട് പോകുന്നുണ്ട് അല്ലേ? അങ്ങനത്തെ വണ്ടി അവിടെ പോയി കാണുന്നില്ലല്ലോ. എവിടെയോ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല രസമുണ്ട്. അടിപൊളി അല്ല ഗൈസ്? അടിപൊളി. കുറേ എന്താ പറയുക, സൗദിയുള്ള ആൾക്കാർ, കുറേ ഇവിടുത്തെ ഒമാനിലുള്ള ആൾക്കാർ, പിന്നെ അബുദാബി അല്ലേ വരുന്ന ആൾക്കാർ. വേറെ എവിടെയെങ്കിലും ഉള്ള ആൾക്കാരുണ്ടോ? ദുബായ്. ഓക്കെ. നമ്മളെ പിന്നെ വേറെ നമ്മളാൾക്കാർ പിന്നെ വേറെ കണ്ടില്ല. കൂടുതലും സൗദി അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഒമാനികൾ കുറേ ഫാമിലി ആയിട്ട്. അങ്ങനെയൊക്കെ പറ്റൂലല്ലോ. കൈ അവിടെ ഇട്ടിട്ട് ഇങ്ങനെ തുഴയണം പോലും. നല്ല രസം കേട്ടോ ഗൈസ്. ഇത് കുറച്ച് അവിടം വരെയൊക്കെ പോകും തോന്നുന്നു. പോയിട്ട് തിരിച്ച് വരുന്ന ഓ അങ്ങനെയൊക്കെ പറ്റൂല. അത് അവിടെ ഇരിക്കുന്നുണ്ടോ? ബോട്ടിലെ ഡ്രൈവർ ചീത്ത പറയും. എന്താ ചീത്ത പറയും? വ്ളോഗ് അതാ ഒരു ചീത്ത പറയും. അതൊക്കെ ഇവർ തുഴഞ്ഞു പോണൊക്കെ ദിയാ ഫെബി ഞാൻ അയാളെ ഫോണിൽ ഞാനിത് ചെയ്തെടുക്കട്ടെ ഗൈസ്. ഒരു മിനിറ്റ്. നോക്കണേ കുഞ്ഞനെ. ये जाना ले. ഓ ഫിഷ് ഉണ്ടാ? ഹോയ് ഹൈ ഹോയ് ഹൈ ഹോയ് ഹൈ ഹൈ ഹൈ. മേ അവന് കട്ടുന്നില്ല. ഹോയ് ഹൈ ഹോയ് ഹൈ. ഓക്കെ. കുഴപ്പമില്ല. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ കേട്ടോ. ട്യൂബിൽ കണ്ടോ? ട്യൂബ് ടൈപ്പ്. അതായത് ഭയങ്കര സ്പീഡിൽ പോകുന്നുണ്ട്. കുട്ടികളാണ് അത് ഓടിക്കുന്നത് വേഗത്തിൽ. കൂടെ ഇരിക്കുന്നത് വലിയ ആളാണ്. കുട്ടി തന്നെയാണെന്ന് തോന്നുന്നു. ഇങ്ങനത്തെ കുറേ ബോട്ടുകളുണ്ട് കേട്ടോ. ഓരോന്നിനും ഓരോ ടൈപ്പ് റേറ്റായി വരുന്നത്. 5 റിയാൽ പിന്നെ 7 അങ്ങനെ വരുന്ന ആ ഒരു റേഞ്ചാണ് കേട്ടോ. അടിപൊളി. സൂപ്പർ ഗൈസ്. മൂപ്പര് ഇവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. ഇവിടുത്തെ രാവിലെ ഇവിടെ നല്ല കോടുണ്ടാവും എന്നൊക്കെയാണ് മൂപ്പര് പറയുന്നത്. കേട്ടോ. നമ്മളിപ്പോൾ ഇതൊരു ഈവനിങ് ആയിന്. നമ്മളിതിന് മുന്നേ കുറച്ച് സ്ഥലത്തൊക്കെ പോയല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ കവറപ്പ് ചെയ്യാണല്ലോ ഇവിടുത്തെ സലാലയിലെ കൂടുതൽ സ്ഥലങ്ങളും കവറപ്പ് ചെയ്യുന്നുണ്ട്. എന്താണ്
എന്താ എന്താ പറഞ്ഞാൽ ഈ 3 മാസമേ വെള്ളം ഉണ്ടാവുള്ളൂ ആ ഇവിടെ ഈ ബോട്ടിങ്ങും സർവീസും കാര്യമൊക്കെ 3 മാസം മാത്രമേ ഇവിടെ ബോട്ടിങ്ങും സർവീസും കാര്യമൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് ബൈ ചേട്ടൻ പറഞ്ഞത്. വെള്ളം നിൽക്കും. ഇഷ്ടപ്പെട്ടാ അബിക്ക്? ഇഷ്ടപ്പെട്ടാ? മൈക്ക് വെള്ളത്തിൽ വീണ് പോയാലോ? മൈക്ക് സംസാരിക്കാൻ വെള്ളത്തിൽ വീട് പോണ്ടോ? ഞാൻ ബോട്ടിൽ വാട്ടർ കാണാൻ മെഷീന് ഇവിടുത്തെ ഫിഷിനെ കാണില്ല. ഫിഷിനെ കണ്ടല്ലേ? ഫിഷിനെ കാണുന്നില്ല. ഫിഷിനെ കാണുന്നില്ല. നേരത്തെ നമ്മൾ അവിടെ കണ്ടില്ലേ? അപ്പുറത്ത് കണ്ടില്ലേ? ഫിഷ് തന്നെ പോയി. ആണോ? കണ്ട മൈക്കത്താ? ആ അത് നമ്മള് ഇതില് കണ്ടില്ലായിരുന്നോ? ഇവിടെ പ്രവാചകര് എന്താ പറയാ ഒരുപാട് ചരിത്രപരമായിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ഇവിടുത്തെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് നീങ്ങും ഇൻഷാ അല്ലാഹ്. ഗൈസ് നമ്മളങ്ങനെ ഒരു ഇവിടെ കുറേ ഷോപ്പുകളുണ്ട്. അതിൽ ഒരു ഷോപ്പിൽ വന്ന കേട്ടോ സ്വീറ്റ് കോൺ. ഞാൻ ഇന്നലെ നോക്കിന്, പക്ഷെ എനിക്ക് ഇന്നലെ സ്വീറ്റ് കോൺ കിട്ടിയില്ല. അപ്പോൾ ഇന്ന് ഇവിടുന്ന് ഈ ഷോപ്പിൽ നിന്ന് സ്വീറ്റ് കോൺ വാങ്ങാമെന്ന് വിചാരിച്ചു. തോടാടാലോ ഹിന്ദിയൊക്കെ പഠിച്ച് തോടാടാലോ എന്നൊക്കെ. ഞാനിപ്പോൾ ചെറുങ്ങനൊക്കെ സംസാരിക്കും ഗൈസ് ഹിന്ദി. വലിങ്ങനൊന്നും അറിയില്ല, തുടക്കടും അവസാനിപ്പിക്കാൻ അറിയില്ല എന്നേ ഉള്ളൂ അല്ലേ? അങ്ങനെയാണ് എൻ്റെ കാര്യം. കുഞ്ഞാനെ ഓ ഇവിടെ ഇവര് വേറൊരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട്. ബൈ വാട്ട് ഈസ് ദിസ്? ഹണി. ആ കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇൻഡോമി. वो मेरा बाइक है बोलो, वो एक्सप्रेस उसका ज्यादा है। हाँ इसको हाँ पहले से करो, पहले से किटिया तो हाँ आपको जो चैनल है ना वो वायरल हो जाएगा, उसको उसको वीडियो लगेगा तो आपको हाँ ഗൈസ് കിട്ടി. ഇതിൽ ചെറിയൊരു ഫ്ലേവർ ആഡ് ചെയ്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ് ഉണ്ട് കുഞ്ഞനെ കോണ് ഗൈസ് ഒന്നും പറയാനില്ല, അടിയിലായി. രസമല്ല. ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. നമ്മൾ ഈ വാദി ദർബാദിന് തന്നെ കുറച്ചുകൂടി മുന്നോട്ടേക്ക് വന്ന് ഇവിടെ തന്നെയാണ് ഈ സ്വാൻ ലേക്ക് എന്നൊക്കെ പറയുന്നത് കേട്ടോ. കണ്ടോ വാദി ദർബാദ് വരുന്നത്? അവിടെ നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മലൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വരുന്ന വാട്ടർഫാൾ ഉണ്ട്. കണ്ടോ? കണ്ട ഗൈസ്, നല്ല രസമല്ലേ? പിന്നെ ഇവിടെ മെയിൻ വലിയ മരങ്ങളും നല്ല അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. ഇതിപ്പോൾ മെയിൻ ഇവിടെ കുറേ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ ഇങ്ങനെ ഹട്ട് പോലെ ഓരോ ഷോപ്സാണ്, ഓരോ സ്റ്റോറുകളാണ്. അപ്പോൾ അതിങ്ങനെ മുഴുവൻ ഇവിടെയൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഈ വാദി ദർബാത്തിൽ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കുറേ എന്താ പറയുക കുറേ ടൈം സ്പെൻഡ് ചെയ്യാം. മെയിൻ ഈ ഗ്രീനറി ഇതിൽ ഒരു ഗ്രീനറിയിൽ ഇത്രയും നിങ്ങൾക്ക് ഇങ്ങനെ അടിപൊളിയാക്കാൻ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. നല്ല അടിപൊളി ഒരു ഭയങ്കര വൈബാട്ടോ. ഇപ്പോൾ ആക്ച്വലി എനിക്ക് തോന്നുന്നു ടൈം ഓൾറെഡി ഇപ്പോൾ 6:15 കഴിഞ്ഞു. പക്ഷെ എന്നാലും ആ ഒരു നല്ല നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇന്നത്തെ ഡേ നമ്മളെ മനസ്സ് നിറയും. നമ്മളിങ്ങനത്തെ ഓരോ സ്പോട്ടിലേക്ക് നമ്മൾ വരുമ്പോൾ ആക്ച്വലി നമ്മളിങ്ങനെ ഒരുപാട് സ്ട്രെസ്ഡ് ലൈഫിൽ അല്ല ഒരുപാട് തിരക്കേറിയ ലൈഫിൽ ഒന്ന് മൈൻഡ് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഇറങ്ങുന്നത് എന്തുകൊണ്ടും പോസിറ്റീവായിട്ടുള്ളൊരു ഓപ്ഷനാണ്. കണ്ടോ ഗൈസ്? ഇപ്പോൾ ഞങ്ങൾ നടന്ന് ഇതിനെ കുറച്ച് അടുത്തേക്ക് എത്തി. കണ്ടോ? ഇവിടെയും ബോട്ട് സർവീസ് ഉണ്ട്. ബോട്ട് സർവീസ് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ടാണ്
ബോട്ട് സർവീസ് ഉള്ളു കേട്ടോ. ഇവിടെ മെയിൻ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ കുറേ ഞാൻ പറയില്ല, കുറേ ഈ ഹട്ട് കുറേ സ്റ്റോർ ഉണ്ട്, ഇതില്ല ചെറിയ ചെറിയ ഷോപ്സാണ്. അപ്പം അവിടെ എന്താ വെച്ചാൽ ഈ ബാർബിക്യൂ പോലത്തെ ഐറ്റംസ്, അതേപോലെ നമ്മളെ സ്വീറ്റ് കോൺ അങ്ങനത്തെ ഓരോ മാച്ചിപ്സ് അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട്. ഞാൻ നേരത്തെ ഒരു സ്വീറ്റ് കോൺ വാങ്ങിയിട്ട് അടിയിലായി. നമ്മളൊരു സംഭവമേ അല്ല വരുന്നത്. സെയിം നിങ്ങൾ തടഞ്ഞ പോലെ ബേബിയും തടഞ്ഞു വിടുന്നു, ശ്രദ്ധിച്ചില്ല. ഇനി ഗൈസ് ഞാൻ ആ വ്യൂ അടുത്തുനിന്ന് കാണിക്കാം. See guys, see the beautiful view of Wadi Darbat at Salalah. അടിപൊളി ഗൈസ്, അടിപൊളി. ആ പപ്പനോട് എടുക്കാൻ പറ്റും. പപ്പ എടുക്ക് ഒത്തിരി എടുത്ത് കാണിച്ചു കൊടുക്കുക. കുറേ ഒമാനീസ് ഫാമിലീസ് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഫോട്ടോസ് എടുക്കുന്നു, വീഡിയോസ് എടുക്കുന്നു. നമ്മൾ കയറി ബോട്ട് സർവീസ് കാര്യം അത് വേറെ അല്ലേ. നമ്മൾ കയറി ബോട്ടൊക്കെ കാര്യങ്ങൾ ഇവിടേക്ക് കുറച്ച് പ്രീമിയം ടൈപ്പ് സർവീസസ് ആണെന്ന് തോന്നുന്നു. ഇവിടുത്തെ എങ്ങനെ റേറ്റും കാര്യം വരുന്നത് നമുക്കറിയില്ല. പിന്നെ ഞങ്ങൾ കയറിയ അവിടെ ആ പ്ലേസിൽ നിന്ന് സെയിം വാദി ദർബാർ തന്നെയാണ്. അവിടുന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ അതിനിപ്പോൾ തന്നെ സ്വാൻ ലേക്കിൽ സ്വാൻസ് ഒന്നുമില്ല, പക്ഷേ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഓരോ ഡമ്മീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സെയിം ഇതേപോലെ തന്നെ ഷോപ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെയാണ് കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു ലേക്കിൻ്റെ വ്യൂവും കാര്യമൊക്കെ വരുന്നത്. ഈ ഒരു എന്താ പറയുക സംഭവം പൈപ്പിലാണ് ഇവർ ഈ ഫൗണ്ടൻ പോലെ ചെയ്തിട്ടുള്ളത്. മെയിൻ നമ്മളെ ഈ വാട്ടർഫാൾ അത് നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഒരു സ്റ്റെപ്പ് പോലെയൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. കണ്ടോ ഗൈസ്, സ്റ്റെപ്പ് പോലെ ചെയ്തിട്ട് അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ചാടുന്നുണ്ടോ. അടിപൊളി ഗൈസ്, സൂപ്പർ. ഹേ ഗൈസ്, ഏതായാലും ഇന്നത്തെ കറക്കവും കാര്യമൊക്കെ കഴിഞ്ഞ് ഇന്ന് ഞങ്ങൾ 3 സ്ഥലത്താണ് പോയത്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് സലാലയിലേക്ക് ഷോർട്ട് റൂട്ട് കൂടെ ആയിരുന്നു എത്തിയത്. എന്നാലും ഉണ്ടായിരുന്നു കുറച്ച് ട്രാവൽ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ പോയിട്ട് വാദി ദർബന്ന് ഇവിടേക്ക് കേട്ടോ, സലാലയിലേക്ക് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക്. അങ്ങനെ തന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു അല്ലേ. നമ്മൾ ഫുഡ് കഴിച്ച് വേറൊക്കെ ഫുള്ളാക്കി ഇനിയിപ്പോൾ റൂമിൽ പോവാണ്. ഇനിയിപ്പോൾ ഇൻഷാല്ലാ നാളെ വീണ്ടും നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഏതായാലും അപ്പോൾ കുട എന്തായാലും ഞങ്ങൾ വാങ്ങോട്ടോ. ഞങ്ങൾ ചെറിയ ബിസി ആയി പോയിട്ട് കുട വാങ്ങാൻ പറ്റിയില്ല അല്ലേ. അപ്പോൾ ഞങ്ങൾ എന്തായാലും കുടയും എന്തായാലും വാങ്ങും. അപ്പോൾ ഏതായാലും ഇനിയും വരുന്ന വ്ളോഗ്സ് കാര്യങ്ങളൊക്കെ കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വ്ളോഗ് ആയിട്ട് കാണുന്നവരെ till then, ta-ta, bye bye.